ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ് കേട്ടോ. അപ്പം ഞാനല്ല ഉണ്ടാക്കുന്ന എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ കാണിക്കില്ല, കുറച്ച് കാണിക്കാം. അപ്പം ഞാൻ അവിടെ എന്താ പറയുക, 2 സവാള എടുത്തിട്ടുണ്ട്. അത് തൊലി കഴുകിയിട്ട് അത് ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം. 2 സവാള, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു കാബേജിൻ്റെ പകുതി ഭാഗം അതും എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് കട്ടാക്കിയെടുക്കാം. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമല്ലേ, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. പിന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ആ ബീട്രൂട്ടും അതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കളറ് കാണാൻ നല്ല രസമല്ലേ. ഞാൻ ഇതെന്തെന്ന് വെച്ചാൽ ബജ്ജി ഉണ്ടാക്കില്ലേ നമ്മൾ, അതിൻ്റെ മുളകാണ്. അതൊരു 3 മുളക് എടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ആ 3 മുളക്, പിന്നെ പച്ചമുളക് ഒരു 3 അതും എടുത്തിട്ട് ഒരു മീഡിയം സൈസായിട്ട് കട്ടാക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമല്ല വീഡിയോ ഇട്ടിട്ട് ഫുഡിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, കട്ടാക്കി വെച്ചിട്ട് എന്തൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഒരു അടുപ്പത്ത് നമുക്ക് മക്രോണിയും വെള്ളത്തിലിട്ട് നല്ലോണം വേവിക്കുക. അതിലേക്ക് അല്പം ഉപ്പും പിന്നെ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതൊരു സൈഡ് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കുക്കർ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ടും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട് ആ കളറൊക്കെ വെച്ച്. പിന്നെ ഉള്ളിയും കാബേജും മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലോണം ഒന്ന് ഫുള്ള് വെജിറ്റബിൾസാണ്, നല്ല സൂപ്പറാണ്. കാണുമ്പോൾ ആ കളർഫുള്ളായിരിക്കുന്ന രീതിയിലുണ്ട്. ബീട്രൂട്ടും കാബേജിൻ്റെ വെള്ളയും മഞ്ഞളും എല്ലാം കൂടി കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പം മിക്സാക്കി അങ്ങനെ നമ്മൾ അതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാബേജാണ്, അത് കുറച്ച് കട്ടാക്കിയത് ചെറുങ്ങനെയും കുറച്ച് നീളത്തിലും കട്ടാക്കിയതാണ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുക്കാം, നല്ലോണം മിക്സാക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല അല്ലേ അത് കുറച്ചിട്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ നമ്മളെ ബജ്ജീൻ്റെ മുളകില്ലേ അതും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം കേട്ടോ, അതില്ലാത്ത കൊണ്ടായിരിക്കും ഇത് ഇട്ടത്. ഒരു വെറൈറ്റി എല്ലാം ആയിക്കോട്ടെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൻ്റെ പേസ്റ്റാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസില്ലേ അത് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചീസാണ് വരച്ചിട്ട് കൊടുക്കുന്നത്, അതും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മളെ അപ്പോൾ മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്. ഒരിക്കൽ കൂടി പറയണേ, താങ്ക് യു.